ഈ എന്താ പറയാ ഇപ്പം സൈഡിയ സ്റ്റാർ സിംഗിന് നമുക്ക് ആ മൂവിയിലോട്ട് സിനിമയിലോട്ട് വരുന്ന ഒരു കോൾ എങ്ങനെയായിരുന്നു? സിനിമയിലേക്ക് സ്റ്റാർ സിംഗർ കഴിഞ്ഞപ്പോൾ തന്നെ ശരത് സാറ് ഞങ്ങളെ അതിലുള്ള കുറെ ആൾക്കാരെ വെച്ചിട്ട് നല്ല പാട്ടുകാരി എന്ന് പറഞ്ഞൊരു മൂവി ആ സമയത്ത് വന്നത്. സ്റ്റാർ സിംഗറിൽ തന്നെ കുറച്ച് പേരൊക്കെയാണ് അത് അഭിനയിച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ പാടിയിരുന്നു. അതാണ് സിനിമയിൽ ആദ്യമായിട്ട് പാടാനൊരു എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് ഉള്ളത്. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഡോക്ടർ ലവ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ അതിൽ ഞാനും ആ പാട്ടിൽ ഞാനും നജീം ഇർഷാദിന്റെ മുമ്പിൽ ഞങ്ങൾ രണ്ടുപേരും പാടി ചെയ്യുന്നു. അതിനിടയിൽ ഒരു ഇടിയും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാട്ട് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് അതിൽ ചെല്ലുമ്പോഴാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആ പാട്ട് ഇപ്പോഴും സ്റ്റേജിലിടയ്ക്ക് കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ വിളിച്ച് എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ചില വിളിച്ച് ചോദിക്കും അതെന്ന് പറ്റി ആ പ്രോഗ്രാം നടന്നപ്പോൾ അവിടെ ഒരു ഇടി നടക്കണ്ടല്ലോ. അപ്പൊ ചിലരുടെ പെട്ടെന്ന് കാണുമ്പോൾ അപ്പൊ അങ്ങനെ അതിപ്പോഴും സംഭവിക്കുന്ന ഒരു. അപ്പൊ ഈ പാട്ട് കാണുമ്പോൾ ചിലപ്പോൾ സ്റ്റേജ് ഷോ എന്ന് വിചാരിച്ച് ചിലർ കാണും കുറച്ചേരം ഇടുന്നു. അത് കഴിയുമ്പോഴേക്കും പെട്ടെന്നൊരു ഇടി. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ അതില് ആ പാട്ട് പാടിയിരുന്നു. പിന്നെ ബിജി ചേട്ടന്റെ ലുക്കാ ചുപ്പി എന്ന് പറഞ്ഞ പാട്ടത്തില് ഈ വിഴികൾ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു.